ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ ഇന്നും UPSCയുടെ പ്രീവിയസ് ഇയർ ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത് പ്രിലിംസിൻ്റെ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് 1999-ലെയും 2000-ലും UPSC ചോദിച്ച ഹിസ്റ്ററിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The Congress policy of prayer and petition ultimately came to an end under the guidance of ആരുടെ ഗൈഡൻസിന് ശേഷമാണ് കോൺഗ്രസിന്റെ ഒരു പോളിസി ആയിരുന്നു പ്രേ ആൻഡ് പെറ്റീഷൻ. ഇതെന്താ പറയുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് പറയുന്നത്. ബാലഗംഗാധര തിലകാണ് ഇതിന്റെ ഉത്തരം. അതായത് ഇത് അവസാനിപ്പിക്കണം, ഈ ഒരു പോളിസി, കോൺഗ്രസിന്റെ ഒരു പോളിസി അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞത് ആരാണ്? ബാലഗംഗാധര തിലകാണ്. എന്താണ് പ്രേ ആൻഡ് പെറ്റീഷൻ പോളിസി എന്ന് പറയുന്നത്? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, the Congress policy of prayer and petition was a policy of the International Congress during its yearly moderate phase. അതായത് ഈ ഒരു സമയത്ത് ഉണ്ടായിരുന്നതായിരുന്നു 1885-1905. The policy involved peaceful protest and sending petitions to the British government to demand political reforms. രാഷ്ട്രീയപരമായിട്ടുള്ള റിഫോംസ് കൊണ്ടുവരണം. എങ്ങനെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റിനെ സമീപിച്ചിരുന്നത്? പീസ്ഫുൾ, സമാധാനപരമായിട്ടുള്ള പ്രൊട്ടസ്റ്റുകളിലൂടെയും പെറ്റീഷൻസ് ഒക്കെ സെൻഡ് ചെയ്ത്, അതായത് ഒരു പൊളിറ്റിക്കൽ റിഫോംസ് കൊണ്ടുവരണം, ഞങ്ങൾക്കും ഒരുപാട് അവകാശങ്ങളൊക്കെ സമാധാനമായ ഒരു പാതയിൽ പോകണമെന്നായിരുന്നു പോകണമെന്നുള്ള പോളിസി ആയിരുന്നു ഇത്. പക്ഷെ ഇത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞത് ആരാണ്? ബാലഗംഗാധര തിലകാണ്. അവർ എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ INC ആയിട്ട് ബന്ധപ്പെട്ട് അധികം കാണാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ UPSCയുടെ ഒരു പ്രിലിംസ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുന്നത് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. അടുത്തത്: There was no independent development of industries in India during the British rule. അതായത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് എന്താണ് ഇന്ത്യയില് ഇൻഡസ്ട്രീസിന്റെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്, സ്വതന്ത്രമായ ഒരു വളർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. അതിന്റെ കാരണം എന്തായിരുന്നു? ഇൻഡസ്ട്രീസ്, അതായത് വ്യവസായങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ത്യയിൽ. അതിന്റെ റീസൺ എന്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പ്രിഫറൻസ് ഓഫ് ദ റിച്ച് ടു ഇൻവെസ്റ്റ് ഇൻ ലാൻഡ്. അതായത് സമ്പന്നര്, അവരുടെ പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാൻഡ്, സ്ഥലത്തിനായിരുന്നു, ഭൂമിക്കായിരുന്നു. അതിന് ഇൻവെസ്റ്റ് ചെയ്യുക, അതായത് ഇൻഡസ്ട്രീസിനോടൊന്നും വലിയ താല്പര്യം അവർക്ക് ഉണ്ടായിരുന്നില്ല. അഭിനവ് ഭാരത് എ സീക്രട്ട് സൊസൈറ്റി ഓഫ് റവല്യൂഷണറീസ് വാസ് ഓർഗനൈസ്ഡ് ബൈ, നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ്, VD സർവാർക്കറിന്റെയാണ് അഭിനവ് ഭാരത് എന്ന് പറയുന്നത്. ദ മോസ്റ്റ് ഷോർട്ട് ലീവ്ഡ് ഓഫ് ഓൾ ബ്രിട്ടൻസ് കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പെരിമെന്റ്സ് ഇൻ ഇന്ത്യ. ഇതിനകത്ത് ഏറ്റവും ഷോർട്ട് ലീവ്ഡ്, ഏറ്റവും ചെറുത് ഏതായിരുന്നു? അധികം നാൾ നിൽക്കാതെ പോയത് ഏതായിരുന്നു? ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പെരിമെന്റ്സിനകത്ത് ഭരണഘടനാപരമായ ഇതിനകത്ത് അവർ കൊണ്ടുവന്ന ഏറ്റവും ചെറുത്, അധികം നാൾ നിൽക്കാതെ പോയത് ഏതായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ആക്ട് 1909. ഇറ്റ് മേഡ് ഇറ്റ്സ് പ്രപ്പോസൽസ് ഇൻ മെയിലാണ് അതിന്റെ പ്രപ്പോസൽസ്, ആലോചനകളൊക്കെ വന്നത്. ഇറ്റ് സ്റ്റിൽ വാണ്ടഡ് എ യുണൈറ്റഡ് ഇന്ത്യ. ദർ വാസ് ടു ബി എ ഫെഡറൽ യൂണിയൻ കമ്പോസ്ഡ് ഓഫ് ബ്രിട്ടീഷ് പ്രൊവിൻസസ്. അതായത് നമുക്കൊരു ഫെഡറൽ യൂണിയൻ ഇന്ത്യ വേണം, പക്ഷെ എങ്ങനെയായിരിക്കണം? അതിനകത്ത് ബ്രിട്ടീഷ് പ്രൊവിൻസസ്, ബ്രിട്ടീഷുകാരുടെ പ്രവിശ്യകളും അത് ഉണ്ടായിരിക്കണം. ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ക്യാബിനറ്റ് മിഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. The Governor General who followed a spirited forward policy towards Afghanistan. അഫ്ഗാനിസ്ഥാനിലേക്ക് ഒരു ഫോർവേഡ് പോളിസി കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആരാണ്? എന്താണ് അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട ഫോർവേഡ് പോളിസി എന്ന് പറയുന്നത്? അത് ഏത് ഗവർണർ ജനറലിന്റെ കാലത്തായിരുന്നു? അതാണ് നമ്മൾ അടുത്തത് പറയാനായിട്ട് പോകുന്നത്. The forward policy was a foreign policy strategy used by the Viceroy of India, Lord Lytton ആണ്. ആരുടെ ആയിരുന്നു അത്? ലിട്ടന്റെ ആയിരുന്നു. ടു ഇൻക്രീസ് ദ ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് ഇൻ അഫ്ഗാനിസ്ഥാൻ ആൻഡ് സെൻട്രൽ ഏഷ്യ. അതായത് അഫ്ഗാനിസ്ഥാനിലും സെൻട്രൽ ഏഷ്യയിലും ബ്രിട്ടീഷുകാരുടെ ഇൻഫ്ലുവൻസ്, പ്രഭാവം, അത് കൂട്ടുന്നതിന് വേണ്ടി അവർ കൊണ്ടുവന്ന ഒരു ഫോറിൻ പോളിസി ആയിരുന്നു ഫോർവേഡ് പോളിസി എന്ന് പറയുന്നത്. ലിട്ടൺ എന്ന് പറയുന്ന വൈസ്രോയുടെ കാലത്തായിരുന്നു ഇത് കൊണ്ടുവന്നത്. ഓക്കെ, UPSCയുടെ ക്വസ്റ്റ്യൻസ് ആണപ്പോൾ കുറച്ച് ലെവൽ കൂടിയ രീതിയിൽ വരുന്നുണ്ട്, പക്ഷെ നമ്മളെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ലിട്ടൺ. At a time when empires in Europe was crumbling before the might of Napoleon. അതായത് നെപ്പോളിയന്റെ ആ ഒരു സമയത്ത് എന്തായിരുന്നു? യൂറോപ്പിലുള്ള എംപയേഴ്സ് ഒക്കെ ക്രംബ്ലിംഗ്, തകർന്നുകൊണ്ടിരിക്കുമായിരുന്നു.
വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഗവർണേഴ്സ് ജനറൽ കെപ്റ്റ് ദ ബ്രിട്ടീഷ് ഫ്ലാഗ് ഫ്ലൈങ് ഹൈ ഇൻ ഇന്ത്യ? പക്ഷെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ പതാക എന്താണ് ഉയരത്തിൽ നല്ല രീതിയിൽ തന്നെ അവർക്ക് ഇന്ത്യയിൽ അവരുടെ ഭരണം നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാനായിട്ടൊക്കെ സാധിച്ചു. പക്ഷെ യൂറോപ്പിൽ എന്തായിരുന്നു ഇവരുടെ എംപയേഴ്സ് ഒക്കെ തകർച്ചയിൽ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നെപ്പോളിയന്റെ ആ ഒരു സമയത്ത്. അത് ആരുടെ കാലത്തായിരുന്നു? ലോർഡ് വെല്ലസ്ലിയുടെ കാലത്തായിരുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്, ലോർഡ് വെല്ലസ്ലി. Which Indian nationalist leader looked upon a war between Germany and Britain as a godsend opportunity which would enable India to exploit the situation to their advantage? അതായത് ജർമ്മനിയും ബ്രിട്ടനും തമ്മിൽ ഒരു യുദ്ധം നടന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഒരു നല്ലൊരു അവസരമാണ്, അതായത് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണെന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്ര ബോസ് ആണ്. Which one of the following leaders of the Congress was total in favor of cabinet mission? Cabinet mission നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഫേവർ ചെയ്തത് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജവഹർലാൽ നെഹ്റു ആണ്. Which one of the following Indian leaders was dismissed by the British from the Indian civil service? Indian civil service ഡിസ്മിസ് ചെയ്ത ഇന്ത്യൻ ലീഡർ ആരായിരുന്നു? ബ്രിട്ടീഷുകാര് ഡിസ്മിസ് ചെയ്ത ഇന്ത്യൻ ലീഡർ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സുരേന്ദ്രനാഥ് ബാനർജി ആണ്, സുരേന്ദ്രനാഥ് ബാനർജി. മാച്ച് ദ ഫോളോയിങ് ആണ്, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. നമുക്കറിയാം 1D ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, BD സർവക്കർ, വിനായക ദാമോദർ സർവക്കർ നമ്മൾ പഠിക്കുന്നതാണ്. ആനന്ദ് മാത്ത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ലൈഫ് ഡിവൈൻ എന്ന് പറയുന്നത് ശ്രീ അരബിന്ദോ. സാധന നമുക്കറിയാം രവീന്ദ്രനാഥ ടാഗോർ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. കൺസിഡർ ദ ഫോളോയിങ് ഇവന്റ്സ്, ഇതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ആദ്യം നടന്നത് സാന്താൾ റിബല്യൻ ആണ്, നമുക്കറിയാം 1855 കാലഘട്ടങ്ങളിൽ നടന്നതാണ്. പിന്നെ സിപ്പായി ലഹള 1857. പിന്നെ നടന്നത് ഇൻഡിഗോ റിവോൾട്ട്, ലാസ്റ്റ് നടന്നത് ഡെക്കാൻ റൈറ്റ്. അടുത്തതും മാച്ച് ദ ഫോളോയിങ് ആണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1 സി ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ 1775. 2 ഡി ആണ്, സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാർ 1780. അത് കുറച്ച് ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്നാലും ഇയേഴ്സ് ഒക്കെ ഓർത്ത് വെച്ചിരിക്കും നമുക്കും നല്ലതായിരിക്കും. ദ ടേം ഇംപീരിയൽ പ്രിഫറൻസ് എന്ന് പറഞ്ഞ സാമ്രാജ്യത്വപരമായിട്ടുള്ള പ്രിഫറൻസ് വാസ് അപ്ലൈഡ് ടു എന്തിനു വേണ്ടിയായിരുന്നു? മുന്നേറ്റം, അതായത് ഇത് പ്രിഫറൻസ് ഇംപീരിയൽ എന്ന് പറയുന്ന സാമ്രാജ്യപരമായിട്ടുള്ള പ്രിഫറൻസ് കൊണ്ട് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, സ്പെഷ്യൽ പ്രിവിലേജസ് ഓൺ ബ്രിട്ടീഷ് ഇമ്പോർട്ട്സ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ബ്രിട്ടീഷുകാരുടെ ഇമ്പോർട്ട്സിന്, അവരുടെ സാധനങ്ങൾക്ക് ഒരു പ്രത്യേക പ്രിവിലേജ്, ഒരു മുൻഗണന അവര് കൊടുത്തിരുന്നു. Assertion. Lord Linlithgow described the August movement of 1942 as the most serious rebellion since സിപ്പായി മീട്ടിരി. അതായത് ശിപ്പായി ലഹളയ്ക്ക് ശേഷം, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ഒരു മൂവ്മെന്റ് ആയിരുന്നു എന്ത്? 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ഓഗസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. റീസൺ എന്താണ്? ദർ വാസ് എ മാസീവ് അപ്സേർജ് ഓഫ് പെസൻട്രി ഇൻ സർട്ടൺ ഏരിയാസ്. കർഷകരുടെ ഒരു ഇത് വന്നു, അപ്സേർജ്, അവരുടെ ഒരു ഇത് വന്നു, ആവശ്യകത അവിടെ വന്നു, ഒരു മുന്നേറ്റം അവിടെ വന്നു. ഉത്തരം ഓപ്ഷൻ എ ആണ്. രണ്ടും കറക്റ്റ് ആണ്. ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നാണ് കൊടുത്തിരിക്കുന്നത് ആൻസർ. അടുത്തത് ദ ബ്ലാക്ക് ആൻഡ് പ്ലാൻ ഫോർ ഫ്രാഗ്മെന്റേഷൻ ഓഫ് ഇന്ത്യ. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പല ഇതായിട്ട് എന്താണ്? വിഘടിക്കുക എന്നാണ് എന്റെ മീനിങ്. ഇന്ത്യയുടെ അത് ആരുടെ ബ്രെയിൻ ചൈൽഡ്, ആരുടെ ഒരു ഐഡിയ ആയിരുന്നു അത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ലോർഡ് മൗണ്ട് ബാറ്റന്റെ ഐഡിയ. നമുക്കറിയാം ആ സമയത്താണ് പാർട്ടീഷൻ ഒക്കെ നടന്നത് അല്ലേ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ ഇന്റർനാഷണൽ കോൺഗ്രസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കും. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2ഉം 4ഉം ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. സരോജിനി നായിഡു വാസ് ദ ഫസ്റ്റ് വുമൻ ടു ബി ദ പ്രസിഡന്റ് ഓഫ് ദ കോൺഗ്രസ് ആണോ? അല്ല, സരോജിനി നായിഡു ഫസ്റ്റ് ഇന്ത്യൻ വിമൻ ആണ്. ഇന്ത്യൻ വനിതകളിൽ ആദ്യമായത് സരോജിനി നായിഡു ആയിരുന്നു, പക്ഷെ ആദ്യ വനിത ആനി ബെസന്റ് ആയിരുന്നു. അപ്പൊ അത് തെറ്റാണ്. 2ഉം 4ഉം ആണ് കറക്റ്റ് ആൻസർ. 1894 ആൽഫ്രഡ് വെബ് ആയിരുന്നു കോൺഗ്രസിന്റെ പ്രസിഡന്റ്. ഇൻ ദിസ് ഇൻസ്റ്റന്റ് വി കുഡ് നോട്ട് പ്ലേ ഓഫ് ദ മുഹമ്മദിയൻസ് എഗനസ്റ്റ് ഹിന്ദുസ്. അതായത് ഹിന്ദുക്കൾക്കെതിരെ നമുക്ക് മുസ്ലിംസിന് ഈ ഒരു അവസരത്തിൽ നമുക്ക് എന്താണ് മത്സരിപ്പിക്കാനായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇത് ഏത് ഇവന്റിനെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞത്?
ഉത്തരം ഓപ്ഷൻ എ ആണ് റിവോൾട്ട് ഓഫ് 1857 1850. കാരണം മുസ്ലിംസും ഹിന്ദുസും ഒക്കെ നല്ല യൂണിറ്റിയോട് കൂടിയാണ് ആ സമയത്ത് ആ ഒരു റിവോൾട്ടിൽ ലഹളയിൽ അവര് പങ്കെടുത്തത്. Which one of the following is not a feature of Government of India Act 1935? ഇമ്പോർട്ടന്റ് ആണ് ഇതിന്റെ ഫീച്ചർ അല്ലാത്ത ഡയാർക്കി അതിന്റെ ഫീച്ചർ ആയിരുന്നില്ല. പ്രൊവിഷണൽ ഓട്ടോണോമിയും ഓൾ ഇന്ത്യ ഫെഡറേഷനും ബൈക്കാമറൽ ലെജിസ്ലേറ്റീവ് ഒക്കെ അതിന്റെ ഫീച്ചർ ആയിരുന്നു. The last major extension of British Indian territory took place during the time of, അതായത് ബ്രിട്ടീഷ് ഇന്ത്യൻ ടെറിട്ടറി അതിർത്തി ഏറ്റവും അവസാനമായിട്ട് ആരുടെ കാലത്തായിരുന്നു നല്ല രീതിയിലുള്ള എക്സ്റ്റൻഷൻ, നല്ല രീതിയിൽ അവർക്ക് പിടിച്ചെടുക്കാനായിട്ട് സാധിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഡൽഹൌസിയുടെ കാലത്തായിരുന്നു. ആസ് ആൻ ഓൾട്ടർനേറ്റീവ് ടു ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ പാർട്ടീഷന് പകരമായിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഗാന്ധിജി സജസ്റ്റഡ് ടു മൗണ്ട് ബാറ്റൻ. എന്താണ് ഗാന്ധിജി മൗണ്ട് ബാറ്റനോട് സജസ്റ്റ് ചെയ്തത്, നിർദ്ദേശിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇൻവൈറ്റ് ജിന്ന ടു ഫോം ദ ഗവൺമെന്റ്. എന്താണ്, നമുക്ക് പാർട്ടീഷൻ വേണ്ട, പകരം നമുക്ക് ജിന്നനെ നമ്മുടെ ഗവൺമെന്റ് ഫോം ചെയ്ത് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം, നമുക്ക് യൂണിറ്റിയോടുകൂടി പോവാം എന്നുള്ളത് സജസ്റ്റ് ചെയ്തത് ഗാന്ധിജി ആയിരുന്നു. ആഫ്റ്റർ റിട്ടേണിംഗ് ഫ്രം സൗത്ത് ആഫ്രിക്ക, ഗാന്ധിജി ലോഞ്ച്ഡ് ഹിസ് ഫസ്റ്റ് സക്സസ്ഫുൾ സത്യാഗ്രഹ. എവിടെയായിരുന്നു? സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നതിന് ശേഷം ചമ്പാരൻ. നമ്മൾ പഠിക്കുന്നതാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്തതും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ല, കുറച്ചും കൂടെ ഡെപ്തിലുള്ള കാര്യങ്ങളാണ് അടുത്ത് വന്നിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1A ആണ്. ഇതും നമ്മൾ ഇന്നലെ പഠിച്ചതാണ്, ചിറ്റഗോഗ് ആർമറി റെയ്ഡ് നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. 1A ഉത്തരം തന്നിരിക്കുന്നത് 81ന്റെ എ ആണ്. കൽപ്പന ദത്ത്. അഭിനവ് ഭാരത് 2C ആണ്, അത് നമ്മളിപ്പോ കണ്ടു. VD സർവർക്കർ നമുക്ക് അറിയാവുന്നതാണ്. അനുശീലൻ സമിതി 3D ആണ്, അരവിന്ദോ ഘോഷ്, അത് നമ്മൾ കണ്ടതാണ്. കൂക്ക മൂവ്മെന്റ് ഓപ്ഷൻ ബി ആണ്, ഗുരു രാം സിംഗ്. അപ്പൊ നമുക്ക് അഭിനവ് ഭാരതും അനുശീലൻ സമിതി വെച്ച് നമുക്ക് ചിറ്റഗോഗും അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് 82 കണ്ടോ, ജാഗിർദാരി, റയത്വാരി, മഹൽവാരി, സാമന്താരി എല്ലാം നമ്മുടെ PSCയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1A ആണ്. ലാൻഡ് അലോട്ടഡ് ടു ബിഗ് ഫ്യൂഡൽ ലാൻഡ് ലോഡ്സ്, വലിയ ഫ്യൂഡൽ മാടമ്പിമാർക്ക് ലാൻഡ് ലോഡ്സിന് കൊടുത്തത് ഏതാണ്? 1A, ജഗീർദാരി സിസ്റ്റം തന്നെയാണ്. 2D ആണ്, സാമിന്ദാരി സിസ്റ്റം. എന്തായിരുന്നു? ലാൻഡ് അലോട്ടഡ് ടു റവന്യൂ ഫാമേഴ്സ് ഓർ റെന്റ് കളക്ടേഴ്സ്. ഇതെല്ലാം നമ്മൾ പഠിക്കുന്നതാണ്, മഹൽവാരിയും റൈറ്റ്വാരിയും ഒക്കെ നമ്മൾ പഠിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ട് UPSC പല പ്രാവശ്യം ചോദിക്കാറുള്ള ഒരു സെക്ഷൻ ആണത്. അടുത്തത് 84, ലോൺ ലിത്ഗോ ഡിസ്ക്രൈബ് ദ ഓഗസ്റ്റ് മൂവ്മെന്റ് ഓഫ് 1942 as the most serious revolt after the സിപ്പായി mutiny. അതായത് ശിപ്പായി ലഹളയ്ക്ക് ശേഷം നടന്ന ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു വിപ്ലവമായിരുന്നു, കലാപമായിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. പെസൻസ് ജോയിൻ ദ മൂവ്മെന്റ് ഇൻ ലാർജ് നമ്പർ ഇൻ സം പ്ലേസസ്. നല്ല രീതിയിലും കർഷകരും ഒത്തൊരുമിച്ചായിരുന്നു എന്നാണ് പറയുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, രണ്ടും കറക്റ്റ് ആണ്. കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്നാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തും പല ക്വസ്റ്റ്യൻസും ഇപ്പോഴും നമ്മുടെ PSC ചോദിക്കുന്നതാണ്, UPSC ഒരു കാലത്ത് ചോദിച്ചിരുന്നതാണ്. പിന്നെ നമ്മൾ PSC ചോദിക്കുന്ന 1857 വിപ്ലവം, INC ഇന്റർനാഷണൽ കോൺഗ്രസ്, അതുപോലെ തന്നെ പിന്നെ ഏതാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ഇതൊക്കെ PSC ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. അപ്പൊ PSC ചോദിക്കാത്ത, നമ്മളധികം കേൾക്കാത്ത പല ക്വസ്റ്റ്യൻസും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ഷുവറായിട്ടും പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ചിലപ്പോൾ റാങ്ക് മേക്കിംഗ് ആയിട്ടൊക്കെ വന്നാലും PSC ചോദിക്കുന്നുണ്ട് UPSCയുടെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.